ചെയ്യണമെങ്കിൽ അങ്ങനെ ഇരിക്കാം. പക്ഷേ ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല പരുവത്തിൽ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉപ്പ് അതുപോലെ ഇച്ചിരി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി ഇടുക, മസാലപ്പൊടിയൊക്കെ ആവശ്യത്തിന് ചേർക്കാന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നതെല്ലാം കറക്റ്റ് പാകത്തിനുണ്ട്. ഇത് നമുക്ക് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്കും ഇതേപോലെ സോയാബീൻ ഉണ്ടാക്കിയാൽ എന്തെന്നൊരു ആലോചന വന്നത്. അതിനു വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി നമ്മുടെ പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഈ കൊച്ചു കരോട്ടിലാണ് ഇനി സോയാബീൻ റെഡിയാക്കേണ്ടത്. എണ്ണയ്ക്ക് പകരം നമ്മൾ നെയ്യാണ് ഉപയോഗിക്കുന്നത്. അതിന് പ്രത്യേക സ്വാദും വർദ്ധിക്കും. വെളുത്തുള്ളിയും വറ്റൽമുളകും നെയ്യിലിട്ട് വറുത്ത് അതിനെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കണം. നേരത്തെ അരച്ച് വെച്ച വെളുത്തുള്ളിയും വറ്റൽമുളകും ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും.